കുറേ നേരത്തെ കഷ്ടപ്പാടിനുള്ളിൽ നമ്മുടെ ടെന്റ് ഇതേ രൂപത്തിലായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഒരു രാത്രി മൊത്തം ഞങ്ങൾ ഈ കാടിന്റെ നടുക്ക് ഞങ്ങൾ ക്യാമ്പ് ചെയ്യാനായിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ അല്ലാതെ നല്ല മൊരിഞ്ഞ് വെന്ത് സെറ്റിൽമെന്റ് ആയിട്ടുണ്ട്. ഒരു പീസ് എടുത്ത് നോക്കാം. പക്ഷെ ഇതുണ്ടോ ആവി പോകുന്നുണ്ടോ, ആവി പറക്കുന്നുണ്ടോ? നല്ല ചൂടാ കേട്ടോ, ആവി പറക്കുന്നുണ്ടോ? ഇതാ എന്റെ കൂട്ടി. നമ്മള് കള്ളു വാങ്ങിക്കാനുള്ള പൈസക്ക് പണിക്ക് പോകും. വന്ന് 2 എണ്ണം അടിക്കും, ഇടക്കിടക്ക് രാവിലെ എണീച്ച് പിന്നെ പണിക്ക് പോകും. ഇതാട്ടാ എന്റെ കൂട്ടി. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. ഗൈസ്, അപ്പൊ ഞങ്ങളൊരു അടിപൊളി ക്യാമ്പിംഗ് വീഡിയോ ആണ് വന്നിരിക്കുന്നത് അല്ലേ? അതെ ഗൈസ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം നമ്മൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെയിം സ്ഥലത്ത് തന്നെ ഞങ്ങൾ ഇന്ന് ക്യാമ്പ് ചെയ്യാനായിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഒരു രാത്രി മൊത്തം ഞങ്ങൾ ഈ കാടിന്റെ നടുക്ക് ഞങ്ങൾ ക്യാമ്പ് ചെയ്യാനായിട്ട് പോവാണ്. കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു കാട് സെറ്റപ്പ് ഇല്ലേ, പാടത്തിന്റെ സൈഡാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ നേരത്തെ ഇതുപോലെ ഒരു ക്യാമ്പിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതെ സൂപ്പിന് എല്ലാവരും ഉണ്ടല്ലേ? അപ്പം എവിടെ സെറ്റ് ചെയ്യുന്നേ? കാട്ടിലല്ലേ ഗൈസ്. അപ്പോൾ അടിപൊളി ക്യാമ്പിംഗ് വീഡിയോ ആണ് ഞങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഒന്നേന്ന് പരിപാടി തുടങ്ങണം. ഇനി നമ്മുടെ ടെന്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം. പിന്നെ വൈകിട്ടത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം അല്ലേടാ? വൈകിട്ട് നമ്മൾ എന്തൊക്കെയാണ് കുക്ക് ചെയ്യുന്നത്? അപ്പോൾ വൈകിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ചപ്പാത്തി, ചോറ്, മുട്ട വറുത്തത്, അതെല്ലാം എല്ലാം ഉണ്ട്. നമുക്ക് പോയിട്ട് ടെന്റും കാര്യങ്ങളൊക്കെ ആദ്യം സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇവിടാണ് നമ്മൾ ഇങ്ങോട്ട് മാറി നമ്മൾ ഇൻട്രോ എടുക്കാനായിട്ട് വന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ വേണ്ട പണിയിലോട്ട് പോകണം കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ ടെന്റ് അടിച്ചപ്പോൾ ഇവിടെ അത്ര കാടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴേ കാടെല്ലാം ഫുള്ള് പിടിച്ചാകെ സീനായിട്ട് കിടക്കുവാണ്. ഇനി ഇവിടുത്തെ കാടെല്ലാം ചെത്തി വാരണം കേട്ടോ. നീല ടാർപ്പയാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നില്ലടാ. വലിച്ചിരിക്കുന്ന പുള്ളിയുള്ള ആ ലോകമുള്ള ടാർപ്പയാണ്. പണി സൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടാണ് നമ്മളിന്ന് ടെന്റ് അടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇവിടെ ഫുള്ള് പോച്ചയും ചാപ്പും എല്ലാം കയറി കിടക്കുവാണ്. ഞങ്ങൾ വേണ്ട ഇന്ന് തുടങ്ങാനായിട്ട് പോവാണ്. അപ്പം ആയുധം കൈ മറിക്കൂ. അങ്ങോട്ട് മാറ്റണം. ഈ സമയത്ത് ഇവിടുത്തെ കാടൊക്കെ നമ്മൾ ഇതിൻ്റെ വെട്ടി തെളിച്ചിട്ടുണ്ട്. ഇനി മുള വെട്ടാൻ വേണ്ടി പോകട്ടെ. ഇത് മൊത്തം മുളം കാടാണ്. ഈ സമയം ഇവിടെ നല്ല മുളയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അവിടെ ചെറിയ മുള മതിയോ? ഇവിടെ ഒരു മുള വീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് വെട്ടി നോക്കാം. ഇത് ചീനിത്തണ്ടെന്ന് പറയുന്നൊരു മുള, മുളയാടി എന്ന് പറയുന്നൊരു മുളയത്. ഇത്ര കുഴിച്ചിലാണ്. കൈസപ്പോ നമ്മളിത് മുള നാട്ടാൻ വേണ്ടി കുഴി എടുത്തോണ്ടിരിക്കുവാണേ. ഇപ്പം നമ്മൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ഈ കുഴിക്കാൻ നോക്കിയിട്ട് കുഴിയുന്നില്ല. നമ്മൾ പാര എടുക്കാൻ മറന്നു പോയായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേറൊരു റൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടെൻറ്റിനുള്ളത് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ താഴെ എല്ലാം നമ്മൾ ആദ്യമേ കണ്ട പോലല്ല. ഇവിടെ മൊത്തം നമ്മളിത് വെട്ടി വൃത്തിയാക്കി തൂത്തെടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ ഇവിടെ തുടങ്ങുവാണ് കേട്ടോ. നമ്മളിത് ഷീറ്റ് കയറ്റി വിടുന്നുണ്ട്. നമ്മുടെ പരിപാടിയൊക്കെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ കരയുള്ളവരൊക്കെ നോക്കുമ്പോഴത്തേന് ഇവിടെ താറാവുകാർ വന്നെന്ന് ഓർക്കുമായിരിക്കില്ലേ ഏടാ? അതെ. ഇറച്ചപ്പോൾ നമ്മുടെ ടെൻ്റൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറ്റി വേണം അല്ലേ? കുറ്റി അടിക്കാം. പിടി വട്ടക്കുറ്റിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. വട്ടയല്ലടാ അത്, ഭക്ഷണ നല്ല മണം വരുന്നുണ്ട്. അതെ, സാധാരണ ഇത് ഇലയപ്പം ഉണ്ടാക്കാൻ എടുക്കുന്നത്. അതെ, കമ്പല്ല ഇല. കൈസപ്പതേ നമ്മളെ ടെന്റിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമ്മളത് 4 സൈഡിൽ നേട്ട കുറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റ് വീശുന്നേ, കാറ്റ് വീശുന്നു, ഇളം കാറ്റ്, കാറ്റ് വീശു. ഇളം കാറ്റ് തേങ്ങാക്കൊല ആടും എന്നൊക്കെ പറയാം. സത്യമാണ്. എന്ത് ഇവിടെ കണ്ടുണ്ടായിരുന്നില്ല തേങ്ങ, ഒരു തേങ്ങ ആടത്തില്ല. അതുകൊണ്ട് ചുമ്മാ പറയുന്നത്. ചെറിയൊരു ആട്ടം ഉണ്ടെന്ന്. ചെറിയ ആട്ടമായിരിക്കും. കണ്ടോണ്ട് ചെറിയ ആട്ടുണ്ട്. ഈ തെങ്ങ് ആടുന്നതാണെന്നൊന്നും അറിയത്തില്ല കാറ്റ്. നമ്മളിത് ഈ സൈഡിലെ ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. മൊത്തം നമ്മൾ കുറ്റിയും കാര്യങ്ങളൊക്കെ അടിച്ചത് വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ കൊണ്ട് നമ്മൾ കുറ്റിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്യണം. ഇതാ എന്റെ കൂട്ടി.
നമ്മള് കള്ള് വാങ്ങിക്കാനുള്ള പൈസ പണിക്ക് പോകും. വന്ന് 2 എണ്ണം അടിക്കും, ഇവിടെ കിടക്കും. രാവിലെ എണീച്ച് പിന്നെ പണിക്ക് പോകും. ഇതാണ്ടാ എന്റെ കൂട്ടി. ഇസപ്പോ ഞങ്ങൾ ഇവിടുത്തെ ടെന്റിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞങ്ങൾ ട്രൈപോഡ് കൊണ്ടുവന്നില്ലായിരുന്നു. അപ്പൊ ട്രൈപോഡ് ഉണ്ടാക്കാൻ വേണ്ടി മടൽ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ് അപ്പൊ നമ്മുടെ ടെന്റിന്റെ പരിപാടി എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വീട്ടിൽ ഇനി പോയിട്ട് കുറെ സാധനം ഒക്കെ ആയിട്ട് പറഞ്ഞോ. അതെ, കുക്ക് ചെയ്യാനുള്ള സാധനം വേണം. പിന്നെ നമുക്ക് ഇവിടെ കിടക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഇനി ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഇനി വരണം അല്ലേ. അപ്പൊ കുറെ നേരത്തെ കഷ്ടപ്പാടിനുള്ളിൽ അതായത് നമ്മുടെ ടെന്റ് ഇതേ ഒരു രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ഇത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ട്രൈപോഡ് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കിയാണ്. ഇവിടുന്ന് വേറെ ഫോണിൽ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിരിക്കല്ലേ കേട്ടോ, എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം കേട്ടോ. ഇതാണ് നമ്മളെ കഷ്ടപ്പാട്. ഇതാണ് കഷ്ടപ്പാടല്ലേ. ഇതൊക്കെയാണ് രസം അല്ലേ. അതെ, ഇവിടെ നല്ല വ്യൂ ആണ് നിങ്ങൾ ഇങ്ങനെ കാണുന്ന പോലെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നേരെ ഒന്ന് ഇരുട്ടിയിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ടില്ലേ. അപ്പൊ നിങ്ങൾ എന്തായാലും കാത്തിരുന്ന് കാണും. എന്തായാലും ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ബാക്കി സാധനങ്ങൾ എടുത്ത് വരട്ടെ കേട്ടോ. അപ്പൊ ആരും പോലും കേട്ടോ. ദൈവമേ, ഈ ട്രൈപോഡ് ആരും അടിച്ചോണ്ട് പോയിരുന്നാ മതി ഇല്ലേ. അപ്പോ ഗൈസപ്പ അതെ നമ്മളിത് ക്യാമ്പ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട് ടൈം. ഗൈസപ്പ വീട്ടിൽ പോയിട്ട് നമ്മുടെ സാധനമൊക്കെ ആയിട്ട് നമ്മൾ നേരെ എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനവും ഉണ്ട് കേട്ടോ, പുതപ്പും സാധനം എല്ലാം ഉണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ. ആ ഭാഗത്താണ് നമ്മുടെ ടെന്റും കാര്യങ്ങളൊക്കെ. നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ. മേപ്പാടം വരുന്നു, മേപ്പാടൻ. ഗൈസപ്പ നമ്മുടെ ടെന്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടേക്ക് ഒന്ന് റെഡി ആക്കണം. നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം അല്ലടാ. അപ്പോൾ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നുണ്ട്. പിന്നെ ചിക്കൻ കറി വെക്കണം. പിന്നെ കുറച്ച് ചിക്കൻ നമ്മൾ മസാലയൊക്കെ തേച്ചിട്ട് വന്നിട്ടുണ്ട്. അതും ഇവിടെ വെച്ച് വറക്കണം. പിന്നെ ഇവിടെ ഇരിക്കണം. അതുപോലെ നമുക്ക് ഇന്നത്തെ നൈറ്റ് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ. നിങ്ങളൊക്കെ ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ വരുന്നത്? സത്യം പറഞ്ഞാൽ ഇത് വലിയ ക്യാമ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ഓരോരുത്തരൊക്കെ വലിയ കൊടും വനത്തിലൊക്കെയാണ് പോകുന്നത്. നമ്മുടെ വനമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ വലിയൊരു അയ്യൊക്കെ ഉണ്ട്, കാട് കയറി. അവിടെയാണ് നമ്മളിന്ന് സെറ്റ് ചെയ്തേക്കുവാണല്ലേ. ഇത് ഞങ്ങളുടെ ക്യാമ്പിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇതുപോലെ വെറൈറ്റി ക്യാമ്പിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെ പറയുന്നത് ബോർ അടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ പരിപാടി തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ അടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീയാൻ കൊടുത്തേക്കടാ. അപ്പോൾ നമ്മുടെ തീയെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്രം വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആദ്യം എന്താണ് ചെയ്യാൻ പോകുന്നത്? ചിക്കൻ ഫ്രൈ ആക്കാൻ പോകാം. ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഒഴുകി വരും പാചകത്തിലേക്ക് പോയി വിറക് കത്തിക്കാല. ഈ തീ കത്തിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ. ഇത് നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു. അതെ, കല്ല് കിട്ടിയില്ല. കഴിച്ച് നമ്മളായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ തീയുടെ ചൂടോടായപ്പോൾ ഭയങ്കര ചൂടായിട്ടുണ്ട് കേട്ടോ. വേണം, നല്ല അടിപൊളി ചൂടാണ്. തീ പക്ഷേ വെളിയിൽ കത്തെങ്കിലും അകത്ത് ചൂടുണ്ട്. അപ്പോൾ നേരെ തിളക്കുന്ന എണ്ണയിലോട്ട് തന്നെ അടിപൊളി മസാല ഒക്കെ പിടിച്ച് നല്ല ചിക്കൻ ഇട്ട് എടുത്തിരിക്കുകയാണ്. ആഹാ, ചിക്കൻ നമ്മളിതേ ചിക്കൻ ഫ്രൈക്കുള്ള ചിക്കനൊക്കെ നമ്മളിത് എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവനൊന്ന് മൊരിഞ്ഞൊന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് നല്ല അടിപൊളി പീസാണ് കേട്ടോ. അവിടെ മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, അവിടെയാണ് ഒരാൾ വേറെ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരൊരാൾ കണ്ട ചെടി എന്തുവാ ഇത് കണ്ടോ, നല്ല ചൂടുണ്ടോ കേട്ടോ. അതുപോലെ നല്ല ചൂടാണ്. ഈ തീയുടെ ചൂടും ഈ ടാർപ്പയുടെ ചൂടും. ഗൈസ്, അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ അല്ല നല്ല മൊരിഞ്ഞ് വെന്ത് സെറ്റിൽമെന്റ് ആയിട്ടുണ്ട്. പോരെടുക്ക്. നല്ല മൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ കേട്ടോ. അപ്പം ഇട്ടാ കൊടുക്കട്ടെ. അടുത്ത് നമുക്ക് ചിക്കൻ കറി വെക്കണ്ടേ ഗൈസ്? അപ്പം ഇനി അടുത്ത് നമ്മൾക്ക് ചിക്കൻ കറി വെക്കാനുള്ളതാണ്. ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യമേ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കും കേട്ടോ. ഓക്കെ ഓക്കെ, നമ്മൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടി മറ്റേ ചിക്കൻ വറുത്ത് കോഴി എണ്ണയിലോട്ട് തന്നെ നമ്മൾ തേങ്ങാക്കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകുണ്ടോ ഗൈസ്? അപ്പോൾ നമ്മൾ വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, സവാള, നമ്മുടെ ചെറിയ തക്കാളി അരിഞ്ഞത് എല്ലാം കൂടെ നമ്മൾ നേരത്തെ അരിഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നായിരുന്നു കേട്ടോ. നല്ല തീ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പാടൂരാ. നല്ല തീയ ഇത് വേറെ ടേസ്റ്റ് ആയിരിക്കും. ഈ ചിക്കൻ ഫ്രൈ കറുത്ത ചിക്കൻ അതെ അതെ, അല്ലാതെ ചിക്കൻ കരിഞ്ഞേണ്ട എണ്ണയല്ല. വാളയല്ല തന്നെ മൂത്തുണ്ടാവും. മസാല ഇട്ട് കൊടുക്കാം. നേരത്തെ വീട്ടിൽ നിന്ന് മിക്സ് ചെയ്തോണ്ട് വന്നല്ലേ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മസാലപ്പൊടി ഇട്ടിട്ടില്ല അല്ലേ? ഉണ്ടെല്ലാം ഉണ്ടല്ലേ. മസാലകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ട് നമ്മൾ അതിൻ്റെ വെള്ളം ഒഴിച്ച് പുകയ്ക്കാനായിട്ട് പോവാണ്. ഓ, വെള്ളം ഒഴിക്കുമ്പോൾ തിളയ്ക്കുള്ളൂ.
എന്തോ തീ ചെയ്ത് ആപ്പി ഉപ്പ വിറ തന്നു ദീപാകരൻ അണ്ണന്റെ വിറ ഒരു മണ്ണിന് 200 രൂപയാ. ദിവാകരൻ അമ്മൻ. അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തേച്ച് നല്ല മസാലയൊക്കെ പിടിപ്പിച്ച ചിക്കനാണ്. അതെ, നമ്മൾ ഇട്ട് കൊടുക്കാം. ഇട്ടോ ഫയർ ഷോ കാരണം നമുക്ക് കാണാൻ പറ്റുന്ന അറിയത്തില്ല. ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് തിളച്ചോണ്ടിരിക്കില്ലടാ. സെറ്റിൽമെന്റ് ആയോ? ഇത് കണ്ടോ, നല്ല അടിപൊളി. ഇങ്ങോട്ട് കോരി ഇങ്ങോട്ട് കാണിച്ചു തന്നു ഗൈസ്. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളി നാടൻ ബ്രോയിലർ ചിക്കൻ ഇട്ട് നമ്മൾ നാടൻ കറി ഉണ്ടാക്കിയിരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നേരത്തെ കഴിച്ചിട്ട് നമ്മളിത് ഇവിടെ കിടക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതെ, കഴിക്കാം. ഓക്കെ. അപ്പോൾ ചിക്കനൊക്കെ ഇറക്കി വെക്കും കേട്ടോ. നമ്മൾ ചോറ് കഴിക്കാനായിട്ട് പോകണല്ലേ? അപ്പോൾ അത് എല്ലാവരും ചോറൊക്കെ വിളമ്പിട്ട് ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. വിളമ്പിക്കോ. ചിക്കൻ ഫ്രൈയും പൊടി ചോറ് ഇതാണ് കറി താഴെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് പൊളിക്കാൻ പോവാണ് കേട്ടോ. ചിക്കൻ എടുക്കാൻ വേണ്ടി പോവാണ്. പെപ്പർ ചിക്കൻ്റെ ഇത് കണ്ടോ നോടി. ആഹാ, അതെ, 2 കഷ്ണവും ഗ്രേവിയും നമ്മൾ ചിക്കൻ ഫ്രൈ. ചെറിയൊരു പീസ് ഗ്രേവി വേണ്ട സേവ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കഴിച്ചോ? എങ്ങനെയുണ്ടോ? സെറ്റല്ലേ? ഗ്രേവി ഉണ്ട് കൊള്ളല്ലേ? പഠിക്കാൻ പറ്റത്തില്ല, തിളച്ചിരിക്കുന്ന പീസാ. എങ്ങോട്ടാ? അടിപൊളിയാണോ? ഞങ്ങളുടെ സൈഡിൽ നിന്ന് പിടിക്കും കേട്ടോ. ഞങ്ങളുടെ ചിക്കൻ ഫ്രൈ. ഇത് കാണിക്കാൻ പറ്റത്തില്ല, കാരണം തിളച്ച കറിയല്ലേ? ഒന്നാക്കും കൊള്ളുമല്ലേ? ഉണ്ട് കാണിച്ചേ. ചൂടായില്ലേ? നല്ല ചൂടാണ് ഈ പീസ്. കടി വാ പൊള്ളരുത്. ഉണ്ടോ? അടിപൊളിയല്ലേ? പൈസപ്പത്തേ ഞാൻ കഴിക്കാനായിട്ട് പോകണം കേട്ടോ. ആഹാ, ഇത് കണ്ടോ, നല്ല അടിപൊളി തേങ്ങാക്കൂത്തൊക്കെ ഉണ്ടോ. അങ്ങോട്ട് കറിക്കകത്തിട്ട് അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കണേ. ഇളക്കി നല്ല ആവി പോകുന്നുണ്ടോ? ജുമറയും ടേസ്റ്റ് നോക്കാം. ജുമൈ ഫ്രൈ ആണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇതിനാണെങ്കിൽ രാവിലെ തന്നെ കൊണ്ട് മേടിച്ചപ്പോൾ തന്നെ മസാല വെച്ച് വെച്ചാൽ അതിലാ. ഈ ഒരു വൈബിൽ ഇതൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഉണ്ട് സൂപ്പർ കൂളി, അടിപൊളി. ഇതുണ്ടോ, ഒരു പീസ് എടുത്തിട്ട് നോക്കാം. പക്ഷെ ഇതുണ്ടോ, ആവി പോകുന്നുണ്ടോ? ആവി പറക്കുന്നുണ്ടോ? ഇതെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചുണ്ടിൽ നിന്ന് ആവി പറക്കും. അയ്യോ, തച്ചാറുണ്ടായിരുന്നു. ചിക്കനും നമുക്ക് ടേസ്റ്റ് ചെയ്യുന്ന സമയം നല്ല ചൂടാണ് കേട്ടോ. ആവി പറക്കുന്നുണ്ടോ? ചിക്കന് അടിപൊളി. ഞങ്ങളിങ്ങനെയാണെങ്കിൽ ഒരു തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞില്ലടാ. 12 എത്ര മൂപ്പ? 12-15. അതെ ഗൈസ്, അപ്പം ചെറിയ കണ്ടതിലൊക്കെ ആണ് നല്ലപോലെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ രീതിയിലൊക്കെ. പക്ഷേ ഈ ടാർപ്പോടെ ഭയങ്കര ചൂടാണ് കേട്ടോ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഉറക്കമൊന്നും വരുന്നില്ല. ഓരോരോ കാര്യങ്ങളൊക്കെ പഴയ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ റൂമിനേക്കാളും ചൂടല്ലേ? ഞാൻ ഉടുപ്പെല്ലാം ഊരിയും മാറ്റില്ല. ഭയങ്കര ചൂടാണ് കേട്ടോ. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് ഗൈസ്. അപ്പം ഇവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു. എല്ലാ കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. പായും കാര്യങ്ങളൊക്കെ അതെ വിരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുവാണ്. അതുകൊണ്ടേ മൂപ്പനിരുന്ന് കണ്ടേ മിച്ചർ ഭക്ഷിക്കുവാണ് അവിടെ ഇരുന്ന് കേട്ടോ. അതെ അതെ, ചിപ്സ് തിന്നുവാണ്. അപ്പോൾ ഇനി ഞങ്ങളിത് ഉറങ്ങാനായിട്ട് പോവാണ് കേട്ടോ. ഇപ്പം സമയത്താണോ? കറക്റ്റ് 1 മണിയായിട്ടുണ്ട്. ഇനി ഉറങ്ങണം. രാവിലെ തൊട്ട് പണിയായിരുന്നു. ഇനി പെതുക്കെ ഒന്ന് കിടക്കട്ടെ. പക്ഷേ എല്ലാവരും ഉറങ്ങുന്നില്ല, സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനിയും പെതുക്കെ ഒന്ന് കിടന്ന് ഇനിയും മയങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ ഇനിയും ഇടയ്ക്ക് എണ്ണിക്കുമ്പോഴൊക്കെ വീഡിയോ ഒക്കെ കാണിക്കും കേട്ടോ. എന്തായാലും രാവിലെ ഇനിയും നേരം വെളുത്ത് വരുമ്പോഴത്തേനും നമ്മൾ നിർത്തി ഇന്നത്തെ പരിപാടി അല്ലേ. നാളെ കുറച്ച് പരിപാടിയുണ്ട്, വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരം ഒന്ന് വെളുക്കട്ടെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത് കിടക്കാനായിട്ട് പോവുകയാണ്. അപ്പം എല്ലാവരും പോയി കിടന്ന് ഉറങ്ങും. ഓക്കെ.
ഗൈസ് അപ്പോൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് വേണ്ടേ എണ്ണീച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 6:30 ആയിട്ടുണ്ട്. നല്ലൊരു ഉറക്കമായിരുന്നു. ഇവന്മാരെല്ലാം ഉറങ്ങുകയാണ് കേട്ടോ. ഇവന്മാർക്ക് ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. ആസപ്പനും റൂബിനൊക്കെ ലേറ്റായിട്ടാണ് ഉറങ്ങിയത് കേട്ടോ. എനിക്കാണ് ഉറക്കം വന്നു നല്ലതായിട്ട്. അതുകൊണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങി, നേരത്തെ തന്നെ എണ്ണീക്കുകയും ചെയ്തു കേട്ടോ. ഇത് കണ്ടോ, നേരെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. അമ്മമാരെ എണ്ണിപ്പിക്കണം, ഇതെല്ലാം അഴിച്ചുകൊണ്ട് തന്നെ നേരെ ബാക്കി കാര്യം സെറ്റ് ചെയ്യണം, ഇതെല്ലാം ഒതുക്കണം. ഇനി നല്ല തണുപ്പുണ്ട്, രാവിലെ ആയപ്പോൾ തണുപ്പുണ്ട് കേട്ടോ. ഗൈസ് അപ്പോൾ അത് ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണ്ണീച്ചിട്ടുണ്ടല്ലേ. എങ്ങോട്ടായിരുന്നു പൊളി? ഞങ്ങൾ ഉറങ്ങിയില്ല. ഇതാണ് ഞങ്ങൾ 5 മണി വരെ 4:45 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉറങ്ങി. നീയും ചെയ്തൊക്കെ എപ്പോഴും ഉറങ്ങി. അതെ അതെ, എനിക്ക് വയ്യായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നാ? നല്ല രസമായിരുന്നു. രാത്രി ആയപ്പോ അങ്ങോട്ട് ചൂടൊക്കെ അങ്ങ് മാറി ഭയങ്കര തണുപ്പ് തുടങ്ങി. അതെ അതെ, ഒരു നമ്മുടെ സെറ്റപ്പ് ഇച്ചിരി കൂടെ നല്ലതായിരുന്നു. ഇച്ചിരി കൂടെ നല്ല കിടക്കാനൊക്കെ കിടക്കുന്നതിന്റെ ഒന്നും നമ്മള് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തില്ല. അത് വളഞ്ഞൊക്കെ കിടന്നത്. തറ പല രീതിയിലായിരിക്കുന്നത്. ഒരു സൈഡ് നല്ല ഇങ്ങനെ ഇരിക്കുന്നത്. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം സൂപ്പറായതല്ലേ ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ നേരാക്കി വെളുത്ത് വരുവാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ രാത്രിയിലത്തെ നമ്മുടെ വിളക്കാണ് കണ്ടിരിക്കുന്നത്. ട്യൂബ് ലൈറ്റിൻ്റെ അകത്ത് നമ്മൾ മണ്ണെണ്ണ ഒഴിച്ച് സെറ്റ് ചെയ്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം ഇതായിരുന്നു ഫ്രണ്ടിലത്തെ വിളക്കും കാര്യങ്ങളൊക്കെ. അപ്പം പെട്ടെന്നാണ് നേരം വെളുത്ത് വരുന്നത് കേട്ടോ. ഇപ്പോൾ കറക്റ്റ് 7 മണി 6 ആയിട്ടുണ്ട്. എത്ര മണിയാടാ സമയം? എത്രയായി ഇപ്പം? 6:40 ആയിട്ടുണ്ട്. ഞങ്ങളാണ് ഇവിടുത്തെ പരിപാടിയൊക്കെ നമ്മൾ ഇതൊക്കെ നിർത്താനായിട്ട് പോവാണ്. ഇതെല്ലാം ഇനി പൊളിച്ചോണ്ട് പോകണല്ലേ, എങ്ങനെയും വീട്ടിൽ ചെല്ലണം ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല വെറൈറ്റി ക്യാമ്പിങ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പം എന്താ പോകാന്നോ ഗൈസ്? അപ്പം വീട്ടിൽ പോകാം കേട്ടോ. നല്ല തണുപ്പൊക്കെ ഉണ്ട്. പുതപ്പൊന്നും എടുത്തില്ല, ഒരു പുതപ്പേ എടുത്തുള്ളായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, എന്നാൽ ശരി, എന്നാ ബൈ.